ഹലോ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ഇന്നലെ താമസിച്ച ബെനീലിയം ബീച്ചിലെ ബ്ലൂ കോർണർ എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. അതിനുശേഷം കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ട് സൗത്തിലെ തന്നെ മറ്റൊരു കോർണറായ പാലോളം എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു അടിപൊളി സ്റ്റേ കഴിഞ്ഞ് കിടന്ന് നമ്മൾ അടുത്ത് പാലോളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാറ് റെൻറ്റിന് എടുക്കണം. കാറ് റെൻറ്റിന് എടുത്ത് കഴിഞ്ഞ് അവിടെ നേരെ പാലോളം പോകുന്നതിനിടയ്ക്ക് 2-3 സ്പോട്ട് പോകണം. ഓക്കെ, പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാണ്. സ്നേഹ റെഡി? എവിടേക്കാണ് പോകണം? ബീച്ച്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. എല്ലാം സ്മൂത്ത് ഹാൻഡ്ലിങ് തന്നെയായിരുന്നു. അവിടുത്തെ സ്റ്റാഫാണെന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി തന്നെയായിരുന്നു. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും സ്പോട്ടിൽ ചെയ്തു തരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് എല്ലാം ഫോറിനേഴ്സാണ്. സോ ആ ഒരു ക്വാളിറ്റി അവർ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ഫുഡിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം. അങ്ങനെ നമ്മൾ ഇന്ന് ഗോവ മൈൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാക്സി ചേട്ടൻ വന്നു. ഇനി വേറെ ബീച്ചിൽ പോയിട്ട് അല്ലേ നമുക്ക് കളിക്കാം. അതെ, ഗോവയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് അവിടുത്തെ ഈ ബൊഗൈൻവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നമ്മുടെ നാട്ടിൽ പറയുന്ന കടലാസ് പൂവ്, ബൊഗൈൻവില്ല, ആ ഒരു സംഭവം കാണാൻ സാധിക്കും. പിന്നെ അവിടുത്തെ വണ്ടികളാണെങ്കിലും അവിടുത്തെ സർവീസ് ബസ്സെല്ലാം ഒരു പ്രത്യേകതരം ലുക്കാണ് അതിന്. നമ്മുടെ നാട്ടിലെ ഒരു ലുക്കല്ല അതിനുള്ളത്. അവിടുത്തെ റോഡുകൾ ചെറുതാണെന്നുണ്ടെങ്കിലും ഒരുപാട് വണ്ടികൾ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രയും ഫോറിനേഴ്സ് എല്ലാം അല്ലെങ്കിൽ അത്രയും ടൂറിസ്റ്റുകളെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗോവയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെയധികം താഴ്ന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സും റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അതിന് ഒരുപാട് റീസൺസും അവർ പറയുന്നുണ്ട്. ഈ മഡ്ഗോൺ എന്ന് പറയുന്നത് സൗത്ത് ഗോവയിലെ ഭരണതലസ്ഥാനമാണ്. ഗോവയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2ാമത്തെ നഗരവും മഡ്ഗോണാണ്. ഗോവയിലെ വ്യാപാര തലസ്ഥാനം, സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെയാണ് മഡ്ഗോണിനെ വിശേഷിക്കപ്പെടുന്നത്. ഇവിടുത്തെ ഭാഷ ഗോവയിലെ പൊതുവായി കൊങ്കിണിയാണ്. പിന്നെ ഹിന്ദി അറിയാമെങ്കിൽ നമുക്കിവിടെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാം. പിന്നെ കൊങ്ങിണിയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈവേഴ്സിനും അറിയാം. നമുക്കതറിയില്ലല്ലോ. നമ്മൾ പോകുന്ന മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിലല്ല, അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മുടെ വണ്ടി ഉള്ളത്. അടുത്ത് വണ്ടി കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനായിട്ട്. നമ്മൾ കാറ് കളക്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ കാറ് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ വണ്ടികളും റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഡെലിവറി ചെയ്യും. ഇവരുടെ ലൊക്കേഷനിൽ തന്നെ വന്ന് നമ്മൾ വണ്ടി എടുക്കണം. കുറച്ച് കഷ്ടമാണത്. കാറിൻ്റെ പവറിലെല്ലാം നമ്മൾ ഇവിടെ നിന്ന് നോട്ടിലിട്ട് പോയില്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ട് ഡാമേജ്. അപ്പോൾ ഇതിന് അവർ 4 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ 4000 രൂപയാണ്. ഒരു ദിവസത്തിന് 1000 രൂപ, 1200 എന്നാണ് പറഞ്ഞത്. പിന്നെ 4 ദിവസം എന്ന് പറഞ്ഞപ്പോൾ 1000 രൂപയ്ക്ക് അവർ തന്നു. 2000 രൂപ ഡെപ്പോസിറ്റ്. സോ മൊത്തം 6000 രൂപ നമ്മൾ പേ ചെയ്തിട്ടാണ് ഇപ്പോൾ കാർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് പാലോളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാബോഡി രാമ എന്ന് പറയുന്ന ബീച്ച് ആൻഡ് ഫോർട്ട് അവിടേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ ഒരു ചെറിയ പെട്ടിക്കടയിലെ ചേട്ടൻ പറഞ്ഞത് പുള്ളി കഴിഞ്ഞ 6 മാസമായിട്ട് സ്ട്രഗ്ലിങ്ങിലാണ്. കാരണം 100 സമൂസ അല്ലെങ്കിൽ പപ്സൊക്കെ വിറ്റുണ്ടായിരുന്ന ആൾ ഇപ്പോൾ 15ഉം 20ഉം ഒക്കെ ഇറക്കാറുള്ളൂ. കാരണം അത്രയും കസ്റ്റമേഴ്സ് ഡൗൺ ആയി. ഫോറിനേഴ്സ് വരുന്നില്ല ഗോവയിൽ. ടാക്സി ഡ്രൈവർ പറയുന്നു ഫോറിനേഴ്സ് ഒന്നും ഇപ്പോൾ ഇങ്ങോട്ട് അധികം വരുന്നില്ല, വളരെ കുറവാണ്. അല്ലെങ്കിൽ നവംബർ ടു ജാനൊക്കെ എന്ന് പറയുന്ന ഒരുപാട് ഭയങ്കര ബിസി ആയിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇല്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കാമും, പിന്നെ അവർ മെയിൻ റീസൺ പറയുന്നത് ടാക്സിക്കാരുടെ അനാവശ്യമായ റേറ്റൊക്കെയാണ്. അപ്പോൾ ഗോവയിൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോവ മൈൽസ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സിക്കാർ പറയുന്നതിൻ്റെ 1/3 ചാർജേ വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം അതിലൂടെ വരിക. പിന്നെ എല്ലാവരും സ്കാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ടാക്സി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ പോകാൻ അവർ 500 രൂപ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇട്ട സമയത്ത് 190 രൂപ വന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ റിസർച്ച് ചെയ്തിട്ടും കുറച്ചും കൂടെ നോക്കിയിട്ടൊക്കെ വരുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ ഒന്നും നോക്കാതെ ഒരു സ്റ്റഡി നടത്താതെ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഗോവയിൽ.
പിന്നെ ഞാൻ നോക്കിയിടത്തോളം ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നതാണ്. ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് എല്ലാ വീട്ടിലും അതെ പൂച്ചെടിയൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ? കല്ലറ അതെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം ഉറങ്ങി എഴുന്നേൽച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കി. പക്ഷേ ഈ പോകുന്ന വഴിക്കൊന്നും അങ്ങനെ അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മളൊരു ചെറിയ ഹോട്ടലിൽ നമ്മൾ നിർത്തി. ചോദിച്ചപ്പോൾ അവിടെ സ്നാക്സ് ഐറ്റംസ് ആണുള്ളത്, വടാപ്പാവ്, സമൂസ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പല ബീച്ചുകളിലേക്ക് നമ്മൾ പോകുന്നത് ഹൈ റേഞ്ച് കയറുന്ന പോലെയാണ്. ചെറിയ പോക്കറ്റ് റോഡും അപ്പുറവും ഇപ്പുറവും ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകുന്തോറും വളരെ വിശാലമായ ഡ്രൈ ലാൻഡ്സ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാബോഡി രാമ എന്ന് പറയുന്ന ഏരിയയിലേക്കാണ്. അവിടെ കാബോഡി രാമ ഫോർട്ട്, അവിടെയുള്ളൊരു ബീച്ചാണ് പെബിൾസ് ബീച്ച് എന്ന് പറയുന്നതും. അവിടെ ബീച്ച് വ്യൂ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ അവിടുത്തെ ബീച്ചിനും കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. കയാക്കിംഗ്, പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കുറേ ഉള്ള ബീച്ചുകളാണ്. അപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചെത്തിരിക്കുകയാണ്. ഇവിടെ ഫുൾ ഡ്രൈ ലാൻഡിൻ്റെ അവിടെ ഒരു ബീച്ച്, നൈസ് വ്യൂ ആട്ടോ. അവിടെ ഫുള്ള് ഡ്രൈ ലാൻഡ്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ വാ അടിപൊളിയല്ലേ? അത് പോകാൻ കൊതിയാവും. അങ്ങോട്ട് പോവാം. അയ്യോ, ഇവിടെ ഈ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ, കണ്ടോ? അവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അവിടെ ആ റെസ്റ്റോറൻറ്റ് മാത്രമേ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിന്നെയും വണ്ടി എടുത്ത് നമ്മളൊരു അര കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതാണ് കോമൺ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന വഴി. മറ്റേത് റെസ്റ്റോറൻറ്റിൽ കയറുന്നവർക്കാണ് അവിടെ ഇരുന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബീച്ചിലേക്ക് പോകാം. ഏകദേശം ഒരു 300-400 മീറ്റർ നടക്കണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് പോകേണ്ടത് അങ്ങോട്ട്. ഓ, താഴെ തെങ്ങും തോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് കയാക്കിങ് ചെയ്യുന്നത് തോന്നുന്നത്. ഇവിടെ കുരങ്ങൻ ബീച്ച് സൈഡ് കുരങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് താഴെ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ? ഇവിടെ താഴെ കയാക്കിങ് എല്ലാം ഉണ്ട്. അവിടെ ബീച്ച്, ഇവിടെ കയാക്കിങ്. ഇവിടെ ഒരു കനാല് പോകുന്നുണ്ട് കേട്ടോ. അവരവിടെ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് കടലിലേക്ക് പോകാതിരിക്കാൻ. വെള്ളം നല്ല തണുപ്പാണ്, നല്ല രസമാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. ഒരു 1 hour 2 hour ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കളിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല ഹാപ്പി ആവും. ഇനി ഇവിടെ നമ്മൾ നേരെ പെബിൾസിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് പെബിൾസ് ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ലഞ്ച് കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പാലോളത്തിലേക്ക് പോകും. പിന്നൊരു കാര്യം, ഇവിടെ കയാക്കിങ്ങിന് ചെയ്യുകയാണെങ്കിൽ കയാക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ് ഒരു ബോട്ടിന്, അതും അരമണിക്കൂർ. അപ്പോൾ ഞങ്ങൾക്കത് കയറാൻ താല്പര്യമില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് തൃശ്ശൂർ ഉള്ളിൽ പോയിട്ട് കയാക്കിംഗ് എല്ലാം ചെയ്തത്. അത് 100
കയാക്കിയാണ് ചെയ്തത്. 2 പേർക്ക് 1 മണിക്കൂറിന് മേലെ ഞങ്ങൾ ചെയ്തു. നല്ല രസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ ഇവിടെ കയാക്കിങ് ചെയ്യാനുള്ള പ്ലാനില്ല. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കാബോഡി രാമ ബീച്ചിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ അടിച്ചു പൊളിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ മെല്ലെ മേളിലേക്ക് കയറുകയാണ്. ഇവിടെ നമ്മൾ നേരെ പെബിൾസ് 1.5 കിലോമീറ്ററാ, അതും ഇതുപോലൊരു സ്ഥലം തന്നെ ആയിരിക്കും. വെട്ടുകല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ റോഡ് മീൻസ് സ്റ്റെപ്സ്. നടന്ന് ഒരു വഴിയാവും മിക്കവാറും. വീട്ടിൽ പോയാലും ഒരാഴ്ച എക്സസൈസും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇത് മാത്രമാണ് നമുക്ക് പറ്റാത്തത്. നോക്കിയേ, വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അത് നായ കടിച്ച് കീറി വഴിയൊക്കെ അലമ്പാക്കി. വണ്ടി എടുത്തു, നല്ല വെയിലാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പെബിൾസിലേക്ക്. പെബിൾസ് അല്ല എൻ്റെ പേര്, പെബിൾസ് ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാബോഡി രാമ ഫോർട്ട് തിരികെയാണ്. നമ്മളിപ്പോൾ അവിടെ എൻട്രൻസിൽ നമ്മുടെ ID നമ്പറെല്ലാം കൊടുക്കണം. വാവ്, നട്ടുച്ചയ്ക്ക് നല്ല രസം, നല്ല ബ്യൂട്ടിഫുൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 4 മണിക്ക് ശേഷം വരുന്നതാണ് നല്ലത്. 4 മണിക്ക് ഇവിടെ വെയിൽ തന്നെയാണ് അല്ലേ. പിന്നെ 6 ഇവിടെ ശരിക്കും പറഞ്ഞാൽ 5:30ക്ക് ശേഷമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ സാധനം 5:30 വരെ ഉള്ളൂ. അതാണ് വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് താമസിക്കാൻ പോകുന്നത് 15 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മടി പിടിച്ചിട്ട് നമ്മൾ വരില്ല. നമ്മൾ ഈ സംഭവം സ്കിപ്പ് ചെയ്യും. അതൊരു നഷ്ടമാണ്. ഇതൊരു സെൻറ്റ് ആൻ്റണി ചർച്ചാണ്, കാബോഡി രാമ. സുണ്ട എന്ന് പറയുന്ന ഒരു രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു കാബോഡി രാമ ഫോർട്ട് എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ കടലിൽ നിന്നും കൊള്ളക്കാരൊക്കെ വരുമ്പോൾ അതിനെ എതിരിടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ പണിയെല്ലാം കഴിപ്പിച്ചിരിക്കുന്നത്. അത് അവിടെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. മൈസൂരിലെ ഹൈദരലിയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സുണ്ടയിലെ രാജാവ് തൻ്റെ പ്രദേശം പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ പോർച്ചുഗീസുകാർ അതിൻ്റെ നിയന്ത്രണം മുഴുവൻ കൈക്കലാക്കി. പിന്നീട് അത് ഒരു റെസിസ്റ്റൻസിന് എന്നുള്ള രീതിയിലാണ് പോർച്ചുഗീസുകാർ കൈക്കൊണ്ട് നടന്നത്. കുറച്ചു കാലത്തിന് ശേഷം അത് ജയിലാക്കി മാറ്റിയാണ് അവരുണ്ടായത്. 1955 വരെ ഈ കോട്ട ഒരു സർക്കാർ ജയിൽ തന്നെയായിരുന്നു. സുണ്ട രാജവംശം എന്ന് പറയുന്ന രാജവംശത്തിൻ്റെ അടുത്തേക്ക് രാമൻ അയോധ്യയിൽ നിന്നും കാനനവാസത്തിന് പോകുമ്പോൾ അവിടെയും താമസിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കാബോഡി രാമ എന്ന പേര് ഇതിനോട് ചേർന്നത്. പിന്നെ ഫോർട്ടൊക്കെ പൊളിഞ്ഞത് അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നടക്കാനുള്ള കഷ്ടിച്ച വഴി അവിടെ ഉള്ളൂ. അല്ല, പൊളിഞ്ഞു വേണതേ അവന്ന് കല്ല് എടുത്തു വെക്കെങ്കിലും ചെയ്തൂടെ. അതെല്ലാം അതുപോലെ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ നടന്ന് പെബിൾ ബീച്ചിലേക്കുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഫൈനലി പെബിൾസ് ബീച്ചിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. താഴെ വന്നതും നല്ല വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ട് എല്ലാവരും, വരുന്നവരെല്ലാം ഉത്സാഹിച്ചിട്ട്. താങ്ക് യു. വേണ്ടോ കാബോഡി രാമയിലെ പെബിൾസ് ബീച്ചിൽ എന്തുകൊണ്ടാണ് പെബിൾസ് ബീച്ച് വിളിക്കുന്നതെന്ന് അറിയില്ലേ? മൊത്തം പെബിൾസാണ്. സൂപ്പർ. ഇങ്ങനെയും ഒരു ബീച്ചുണ്ട് നമ്മൾ അറിയണ്ടേ അല്ലേ. കുറേ കല്ല്, മണലില്ല അവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ചെരുപ്പിൻ്റെ ഉള്ളിൽ മണൽ കയറിയിട്ട് കാലിൽ കുത്തിയിട്ട് കീറുമെന്നുള്ളത്. കാല് ഫ്രഷാവും, പക്ഷെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഗോവയുടെ പലതരം മുഖങ്ങളാണല്ലേ ഇത്.
അപ്പോൾ നമ്മൾ പെബിൾസ് ബീച്ചിൽ നിന്ന് പോകുന്നു. ബമോൺ. നമ്മളിനി മമ്മം കഴിക്കാൻ നടന്ന് ഇവിടെ ക്ഷീണിച്ച സ്നേഹം. നീ എന്താ പറഞ്ഞ അതും കൂടെ എടുത്ത് നടക്കാൻ വയ്യ. ദാഹിച്ചാലും കുഴപ്പമില്ലെന്നല്ലേ? എന്നാ പിന്നെ നടക്ക്. ദാഹിച്ചാലും കുഴപ്പമില്ലല്ലോ. വാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻഡ്. നമ്മൾ ആ വഴിയാണ് കയറിയിട്ട് അങ്ങനെ പോയി ചുറ്റി ഇതിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാണ് ഇങ്ങോട്ട് വരുന്നത്. തിരിച്ചിപ്പോൾ ഹോട്ടലിൻ്റെ എൻട്രൻസ് തന്നെ വരികയാണ്. കാരണം ഉച്ചയായി, ഭക്ഷണം കഴിക്കണം, കൊച്ചിന് ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോകണം. അവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ച് നമ്മളൊന്ന് താമസിക്കാൻ വന്ന പാലോളം ബീച്ചിലേക്ക് പോകും. കാബോഡിരാമ ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന വഴിക്ക് കർമ്മ എന്ന് പറയുന്ന റിസോർട്ട് ഗ്രൂപ്പിൻ്റെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ഞങ്ങൾക്ക് തരികയുണ്ടായി. ഇത് അവരുടെ ഒരു കളിയാണോന്നറിയില്ല. ഞങ്ങൾ 2 പേരിൽ ഒരാൾക്ക് അതിൽ പ്രൈസ് ഉണ്ടെന്നും നിങ്ങൾ അടുത്തുള്ള അവരുടെ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫുഡും പിന്നെ ഈ പ്രൈസും കിട്ടുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ കർമ്മ ഗ്രൂപ്പിൻ്റെ അടുത്തുള്ള റിസോർട്ടിലെത്തി. ഞങ്ങളെപ്പോലെ തന്നെ കുറച്ച് കപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു. കപ്പിൾസിന് മാത്രമാണ് ഈ ഒരു ഓഫർ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവർ ഞങ്ങൾക്ക് കുറച്ച് അവരുടെ റിസോർട്ട്സിനെ പറ്റിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മന്ത്ലിയും ഇയർലി ആയിട്ടൊക്കെ നമുക്ക് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളെല്ലാം അവരുടെ പല രാജ്യത്തുള്ള പല റിസോർട്ടുകളിൽ പോയി താമസിക്കാം എന്നുള്ള ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. 1 മണിക്കൂറത്തെ സെഷൻ കഴിഞ്ഞിട്ട് അവരുടെ 3 ദിവസത്തെ സ്റ്റേ അടുത്ത 1 വർഷത്തിനുള്ളിൽ അവരുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും റിസോർട്ടിൽ പോയിട്ട് നമുക്ക് 3 ദിവസം താമസിക്കാനുള്ള ഗിഫ്റ്റ് കൂപ്പണാണ് അവർ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ പാലോളത്തിലുള്ള മാജിക് വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. ഇപ്പോൾ കാണുന്നില്ലേ, ഇതും ഒരു വുഡൻ കോട്ടേജ് തന്നെയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ അത്ര വെളിച്ചമൊന്നുമില്ല. നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജ്യൂസ് കുച്ചിട്ട് വാങ്ങാം. ഓക്കെ. ബെനീലിയം ബീച്ചിന് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഞങ്ങളവിടെ എത്തി രാത്രി ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. രാത്രി 12 മണി വരെ ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഓണായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് ഇന്ന് നമ്മളിവിടെ കൂടി. ഇനി നാളെ രാവിലെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.